അടുത്തിടെ കല്യാണി ഗ്രൂപ്പിലെ വരദ് ഫോർ എന്ന കമ്പനി ഒരു മാസത്തിനുള്ളിൽ 15-ലധികം പീരങ്കി തോക്കുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് 30 ഉയർത്താം. അങ്ങനെ അത് വർദ്ധിപ്പിച്ചാൽ ഒരു മാസത്തിൽ കൂടുതൽ പീരങ്കി തോക്കുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക കമ്പനി കല്യാണി ഗ്രൂപ്പ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദന ശേഷിയുള്ള ഒരേ ഒരു കമ്പനി അപ്പോൾ ഇന്ത്യൻ കമ്പനി ആയിരിക്കും. ഈ കല്യാണി ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് കാരണം എന്താണ്? കൂടുതലും അവർ സെൽഫ് പ്രൊപ്പൽഡ് ഹോവിറ്റ്സർ അർമേനിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഈ കയറ്റുമതി അർത്ഥമാക്കുന്നത് ഇത് റഷ്യക്കെതിരായി, റഷ്യയിലെ ജനങ്ങൾ നമുക്ക് എതിരായി സംസാരിക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇപ്പോൾ കാണാം. ആദ്യം നമുക്ക് കല്യാണി ഗ്രൂപ്പിനെ കുറിച്ച് അറിയാം. കല്യാണി ഗ്രൂപ്പ് ഒരു വലിയ വ്യവസായ ഗ്രൂപ്പാണ്. ബാബ കല്യാണിയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ഉടമ. ഈ കമ്പനിയുടെ വളർച്ചയെ 2 ഭാഗങ്ങളായി തിരിക്കാം, മൻമോഹൻ സിംഗിന് മുൻപും ശേഷവും. നമ്മുടെ രാജ്യത്ത് ആദ്യമായി സമ്പദ് വ്യവസ്ഥ തുറന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. എല്ലാ സ്വകാര്യ കമ്പനികൾക്കും സ്വന്തമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാമെന്ന് എല്ലാ ലൈസൻസ് നിയന്ത്രണങ്ങളും അദ്ദേഹം റദ്ദാക്കി. ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായ കമ്പനിയായ കല്യാണി ഗ്രൂപ്പും ടാറ്റയും ഈ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം മാത്രം, അതായത് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ജിയോ എന്ന കമ്പനിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് കൂടുതലും സേവനാധിഷ്ഠിത കമ്പനികളാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായ കമ്പനികളായ ടാറ്റയും കല്യാണിയും അവരുടെ ബ്രാഞ്ചസിന്റെ സഹായത്തോടു കൂടി വളർന്നു വന്നു. ഇവർ മൻമോഹൻ സിംഗിന്റെ പരിഷ്കരണത്തിന് ശേഷം വളർന്നു വന്നവരാണ്. അക്കാലത്ത് കല്യാണി ഗ്രൂപ്പ് ഓട്ടോമൊബൈൽസ് നിർമ്മാണത്തിന്റെ പാതയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ലോറികൾ, കാറുകൾ തുടങ്ങി ഓട്ടോമൊബൈലുകൾക്ക് ആവശ്യമായ എല്ലാ ഭാഗങ്ങളും അവർ നിർമ്മിച്ചു നൽകി. ആർക്ക് നിർമ്മിച്ചു അത് ചോദിച്ചാൽ ജർമ്മൻ കമ്പനികൾക്ക് അവർ നിർമ്മിച്ചു. മാത്രമല്ല, എഞ്ചിനീയറിംഗിൽ ഏറ്റവും മികച്ച എല്ലാ രാജ്യങ്ങളിലും ജർമ്മനി ഉൾപ്പെടെയുള്ള അവരുടെ സ്വന്തം കമ്പനി ശാഖകളുണ്ട്. ചൈനയിൽ പോലും കല്യാണി ഗ്രൂപ്പിന് സ്വന്തമായ ഒരു ശാഖയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചില പ്രശ്നങ്ങൾ കാരണം അവരത് അടച്ചു. ഈ കമ്പനി ഓട്ടോമൊബൈൽസിൽ വളർന്നതിന്റെ പ്രധാന കാരണം സ്കില്ലായിരുന്നു. ഗവേഷണ വികസനത്തിന് അവർ ചിലവാക്കിയ തുകയാണ് ഇപ്പോൾ ഈ കമ്പനി ഇതുവരെ വളർന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. പൊതുവെ ഇന്ത്യയിലെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വകാര്യ കമ്പനികൾ ഗവേഷണ വികസനത്തിനായി ധാരാളം ചിലവഴിക്കുന്നില്ല എന്ന്. R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഗവേഷണ വികസനത്തിന് ശരിയായ തുക നൽകുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ DRDO അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നും കിട്ടുന്ന പ്രോജക്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. തങ്ങളുടെ സ്പെയർ പാർട്സ് ജർമ്മൻ കമ്പനിയിലേക്ക് കൊടുക്കുന്നത് അവരുടെ നിലവാരം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. കാരണം ജർമ്മൻകാർ എത്രമാത്രം ആവശ്യപ്പെടുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വ്യക്തമായ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ പാർട്സിൽ ഇവരുടെ നിർമ്മാണം ഒരു വശത്തേക്ക് നീങ്ങുമ്പോൾ എങ്ങനെ അവർ ഡിഫൻസിലേക്ക് വന്നു? ആദ്യമായി T-72 വാഹനങ്ങൾക്ക് ബാരലുകൾ ആവശ്യമായി വന്നു. T-72 വാഹനങ്ങളുടെ ബാരലുകൾക്ക് തുടക്കത്തിൽ ഗുണനിലവാരം കുറവായിരുന്നു. അതുകൊണ്ടാണ് അവ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിച്ചത്. അക്കാലത്ത് ബാരലിന് ആവശ്യക്കാർ ഉണ്ടായിരുന്നത് കൊണ്ട് കല്യാണി ഗ്രൂപ്പ് ആദ്യമായി T-72 ബാരലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ മോശം സമയം അത് വിജയകരമായി അവസാനിച്ചില്ല. T-72 വാഹനങ്ങളുടെ ബാരലുകൾ അവർ ഇന്ത്യൻ സൈന്യത്തിന് നൽകിയില്ല. അവർ അവയെ വികസിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു വഴിത്തിരിവ്. കല്യാണി ഗ്രൂപ്പിന്റെ ഉടമ ഇപ്പോൾ തീരുമാനിച്ചത്, ശരി, ഞങ്ങളിപ്പോൾ പരാജയപ്പെട്ടു, പക്ഷേ അധികം വൈകാതെ ഇന്ത്യയിലെ ആയുധ നിർമ്മാണത്തിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്തെത്തും. പ്രത്യേകിച്ചും പീരങ്കികളുടെ നിർമ്മാണത്തിൽ ഞങ്ങൾ 1-ാമതായിരിക്കണം. അതനുസരിച്ച് കല്യാണി ഗ്രൂപ്പ് R&Dയിൽ വൻതോതിൽ നിക്ഷേപം നടത്തി. M777 എന്ന ഹോവിസ്റ്റർ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. ഇത് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഹോവിസ്റ്ററാണ്. ഭാരം കുറഞ്ഞതും ശക്തവുമായ 155 mm പീരങ്കി ഷെല്ലിൽ ഇത് ഉപയോഗിക്കണം എന്നതിനാലാണ് അവരിത് വാങ്ങാൻ കാരണം. സ്റ്റീലിൽ സമാനമായ കഴിവുകളുള്ള ഒരു ഹോവിസ്റ്റർ വികസിപ്പിക്കാൻ അവർക്കങ്ങനെ കഴിഞ്ഞു. മാത്രമല്ല 3-ൽ 1 ചിലവ് മാത്രം. അങ്ങനെ അവരുടെ R&D തോക്കുകളുടെ നിർമ്മാണത്തിലായിരുന്നു. അവരുടെ വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം DRDO, ടാറ്റ, കല്യാണി എന്നിവർ 3 പേർക്ക് ഉപയോഗിക്കാവുന്ന ഒരു നൂതന പീരങ്കി സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സൈന്യത്തിനും കൈമാറും. താമസിക്കാതെ ഇന്ത്യൻ സൈന്യം 307-ലധികം A-ടാക്കുകൾ ഓർഡർ ചെയ്യും. ഈ A-ടാക്കുകളെ സംബന്ധിച്ചിടത്തോളം കല്യാണിയും ടാറ്റയും മാത്രമാണ് അവ നിർമ്മിക്കുന്ന 2 കമ്പനികൾ. കല്യാണി 60%-വും ടാറ്റ 40%-വും നിർമ്മിക്കുന്നു. പക്ഷേ അവരുടെ വ്യക്തിഗത നേട്ടങ്ങളിൽ അവർ വികസിപ്പിച്ചെടുത്ത ധാരാളം തോക്കുകളുണ്ട്. പ്രത്യേകിച്ചും അർമേനിയയിലേക്ക് അയച്ചത് ഏറ്റവും വലിയ പീരങ്കിയാണ്. ഇപ്പോൾ അസർബൈജാനിലെ ആളുകൾ മാത്രമേ ഈ തോക്കുകൾ അർമേനിയയിലേക്ക് അയച്ചതിനെ കുറിച്ച് മോശമായി സംസാരിക്കൂ. കാരണം ഈ തോക്കുകൾ അവർ മാത്രമേ ഉപയോഗിക്കാതെയുള്ളൂ. പക്ഷെ തുർക്കി പോലുള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് പകരം റഷ്യയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ ഈ പ്രത്യേക കല്യാണി ഗ്രൂപ്പിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അവർ ഭാരത ശക്തി എന്ന ഒരു യൂട്യൂബ് ചാനലിൽ കല്യാണി ഗ്രൂപ്പുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. ആ അഭിമുഖത്തിൽ ട്രാക്ക് മോട്ടോർ പീരങ്കി സംവിധാനം അടുത്ത വർഷത്തോടെ ഉൽപാദന നിരയിൽ നിന്നും പുറത്തേക്ക് വരുമെന്നും അവർ പറഞ്ഞിരുന്നു. ഈ തോക്കുകൾ അർമേനിയയിലേക്കാണ് അയക്കുന്നതെന്നും ആ വീഡിയോയിൽ അവർ പറഞ്ഞിരുന്നു.
അതിനാൽ അവർ ആ വീഡിയോ പ്രോ റഷ്യൻ ടെലഗ്രാം, ട്വിറ്റർ അക്കൗണ്ടുകൾ റിലീസ് ചെയ്തു. കൂടാതെ ഈ പ്രോ റഷ്യൻ ഗ്രൂപ്പുകളിലെ ആളുകൾ അവരുടെ രോക്ഷം കാണിക്കാനും തുടങ്ങി. അവരുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് അറിയാമോ? ഒരു രാജ്യത്തിനും വൻ ആയുധങ്ങൾ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് റഷ്യയെങ്കിൽ ഇന്ന് കല്യാണി എന്ന ഒരു സംഘം ആ വിടവ് നികത്തിയതുകൊണ്ട് യുദ്ധം അവസാനിച്ചാൽ പോലും റഷ്യക്ക് പഴയ രീതിയിലേക്ക് മടങ്ങാനാകില്ല, അതായത് ആയുധ കയറ്റുമതിയിൽ മാത്രം. അങ്ങനെയെങ്കിൽ റഷ്യയ്ക്കൊരു പ്രശ്നം കൊടുക്കുന്ന അളവിൽ കല്യാണി എന്നൊരു സ്വകാര്യ കമ്പനി ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു എന്നത് എത്ര വലിയ കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കല്യാണി ഗ്രൂപ്പിന് ഏറ്റവും മികച്ച തോക്കുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ സൈന്യം എത്ര ഓർഡറുകൾ നൽകിയിട്ടുണ്ട്? ഇതുവരെയും എയർ ടാക്കുകൾക്ക് 307 ഓർഡറുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ കല്യാണി എന്ന സംഘം അവരുടെ ഉൽപാദന നിരയിലും കയറ്റുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആയുധങ്ങൾ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, എന്നാൽ അതിനു മുൻപ് ഇന്ത്യൻ സൈന്യം ഞങ്ങളെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. പലരും ചോദിക്കും, ഇന്ത്യൻ സൈന്യത്തിന് ആയുധങ്ങൾ നൽകാതെ വിഷേദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് രാജ്യദ്രോഹമല്ലേ എന്ന്. യഥാർത്ഥത്തിൽ അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ സഹായിച്ചത് തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇന്ത്യൻ സൈന്യത്തിന് എപ്പോഴാണോ ആയുധം ആവശ്യമായി വരുന്നത്, അപ്പോൾ അവർ ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികളോട് ഒരു അഭ്യർത്ഥന നടത്തും. അങ്ങനെ അവർക്ക് ആവശ്യം ലഭിച്ചതിന് ശേഷം ഓരോ സ്വകാര്യ കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരും. അവരുടെ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചിട്ട് അന്തിമ റൗണ്ടിൽ ഏത് ഉൽപ്പന്നമാണ് ടെസ്റ്റിൽ വിജയിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു പ്രദേശം വളരെ പരന്നതാണ്. ഒരിടത്ത് നോക്കിയാൽ ഉയർന്ന പ്രദേശമായിരിക്കും, മറ്റൊരിടത്ത് 45 ഡിഗ്രി ചൂടായിരിക്കും, മറ്റൊരിടത്ത് നോക്കിയാൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. അതുപോലെ ലോകത്തിലെ എല്ലാ തീവ്ര കാലാവസ്ഥയുമുള്ള ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ലഡാക്ക് ബോർഡർ സംരക്ഷിക്കണമെങ്കിൽ -15, -20 ഉണ്ടാകും. രാജസ്ഥാനടുത്തുള്ള അതിർത്തി സംരക്ഷിക്കണമെങ്കിൽ +45 ഉണ്ടാകും. അതിനാൽ നമ്മൾ ഒരു ഉപകരണം വാങ്ങുമ്പോൾ -15 മുതൽ +45 വരെ പ്രവർത്തിപ്പിക്കണം. ഇത് തന്നെ വലിയൊരു ആവശ്യകതയാണ്, വെല്ലുവിളിയാണ്. മറ്റൊരു കാര്യം, ലോകത്തിലെ ഏത് രാജ്യമായാലും, പാശ്ചാത്യ രാജ്യമായാലും റഷ്യയുടെ ആശ്രിത നാടുകളായാലും, രണ്ട് രാജ്യങ്ങളിലെയും ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു സൈന്യം നമ്മൾ മാത്രമാണ്. കാരണം ഫ്രഞ്ചിന്റെ റഫേൽ വിമാനങ്ങളും റഷ്യയുടെ സുഖോയ് Su-30 വിമാനങ്ങളും നമ്മുടെ പക്കലുണ്ട്. അതിനാൽ നമ്മൾ രണ്ട് രാജ്യങ്ങളുടെയും മികച്ച ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ഉപകരണങ്ങളുടെ ഗുണനിലവാരം അറിയാം. അതേസമയം അതേ ഗുണനിലവാരമായിരിക്കും സ്വകാര്യ കമ്പനികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ വലിയ വെല്ലുവിളിയാണ്. ഇവിടെയാണ് ഇന്ത്യൻ സൈന്യം എല്ലാ സ്വകാര്യ കമ്പനികളെയും സഹായിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അവർ എല്ലാ പരിശോധനകളും നടത്തും. പരീക്ഷയിൽ വിജയിക്കുന്ന കമ്പനികൾക്ക് അവർ സർട്ടിഫിക്കറ്റ് നൽകും. ഈ ടെസ്റ്റുകളെല്ലാം ഞങ്ങൾ നടത്തി, ഇന്ത്യൻ സൈന്യം അംഗീകരിക്കുകയും ചെയ്തു എന്ന് അവർക്കൊരു പേപ്പർ വർക്ക് നൽകുകയും ചെയ്യും. ഇപ്പോൾ ഈ പേപ്പർ വർക്ക് ഉപയോഗിച്ച് സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വിൽക്കാൻ സാധിക്കും. അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ സൈന്യം എന്തായിരിക്കും ചിന്തിക്കുക? ഇന്ത്യ നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് ഇന്ത്യൻ സൈന്യത്തിന് നന്നായി അറിയാം. ഒപ്പം അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയും അവരുടെ പക്കലുണ്ട്. അവർ എല്ലാം ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ തോക്കും നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അവരത് വാങ്ങും. ഇപ്പോൾ കല്യാണി ഗ്രൂപ്പിന്റെ ഭൂരിഭാഗവും സ്വയം പ്രവർത്തിപ്പിക്കുന്ന ഹാർവെസ്റ്റർ ആയാലും അവരുടെ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് ഒരുപാട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, അത്തരം ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ അത് പ്രശ്നമാകില്ലേ? നമ്മുടെ ആയുധം നമുക്കെതിരെ തിരിയുമല്ലോ എന്ന്. ഇവിടെ ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. തോക്കുണ്ടാക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല. കല്യാണി കമ്പനി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ തന്നെ 15 മുതൽ 20 കോടി രൂപ വരെ ചിലവാകും. 155 mm കാലിബറുള്ള പീരങ്കിയുടെ പ്രോട്ടോടൈപ്പിനും ഇതേ വില തന്നെയാണ്. ഇത് പരീക്ഷിക്കുന്നതിന് അവർ കുറഞ്ഞത് ഒരു 5 പ്രോട്ടോടൈപ്പെങ്കിലും സൃഷ്ടിക്കണം. അങ്ങനെ പ്രോട്ടോടൈപ്പിന്റെ ചിലവ് തന്നെ 100 കോടിയായിരിക്കും. ഇതിലുപരി പ്രോട്ടോടൈപ്പിന് ആവശ്യമായ മെഷീനറി ഘടകങ്ങൾ ഇതെല്ലാം വാങ്ങണം. അങ്ങനെ ഇവയെല്ലാം ചേർത്താൽ ഒരു തോക്ക് രൂപകൽപ്പന ചെയ്യാനും സൃഷ്ടിക്കാനും നിങ്ങൾ ഗവേഷണ വികസനത്തിനായി, അതായത് R&Dക്കായി 600 മുതൽ 700 കോടി രൂപ വരെ ചിലവാക്കണം. ഈ 600 മുതൽ 700 കോടി വരെ ഉൽപ്പന്നം വിജയിക്കുമോ ഇല്ലയോ എന്ന് അറിയാതെ കമ്പനി ഇറക്കുന്ന പണമാണ്. അതിനാൽ അവർക്ക് ഈ പണം തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയും അത് ഗവേഷണ വികസനത്തിനായി ചിലവാക്കില്ല. ഇനി ഇങ്ങനെ ഒരു തുക R&Dയിൽ ചിലവഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പുതിയ ബിസിനസ്സുകൾ രാജ്യത്ത് വരില്ല. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യം പറയുന്നത്, നിങ്ങൾ ഈ R&Dക്ക് വേണ്ടി ചിലവഴിച്ചു, പക്ഷെ നിങ്ങൾക്ക് ഇതുവഴി സമ്പാദിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന് നിങ്ങളെ ഈ ഒരു രീതിയിൽ സഹായിക്കാനാകും. അത് MOD ആയാലും ആർമി ആയാലും അവരുടെ ചെറിയ സഹായത്താൽ നിങ്ങൾ ഇട്ട പണം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഈ R&D ഗവേഷണ വികസനത്തിനായി കൂടുതൽ പണം ചിലവഴിച്ചാൽ
ഇന്ത്യൻ സൈന്യത്തിനാവശ്യമായ സൈനിക കരാറിൽ അവർക്ക് വീണ്ടും മത്സരിക്കാനാകും. അങ്ങനെ മത്സരിച്ചാൽ അവർക്ക് കൂടുതൽ പ്രചോദനവുമാകും. കൂടാതെ വിദേശ രാജ്യങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് മൂലം അവർക്ക് പണവും കിട്ടും. ഇങ്ങനെ ഒരു കല്ലിൽ രണ്ട് മാങ്ങ. നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു, ഇന്ത്യയിൽ R&D വർദ്ധിച്ചും വരും. അങ്ങനെ ഇതനുസരിച്ച് നിലവിലെ സ്വകാര്യ കമ്പനികൾ നന്നായി പ്രവർത്തിക്കുന്നു. അതിൽ മുൻനിരയിലാണ് കല്യാണി ഗ്രൂപ്പ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, ADA, DRDO ഈ 3 പേർ ചേർന്നാണ് ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടത്. ആയുധങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് അത് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഒരു പൊതു സ്ഥാപനത്തിന് സ്വകാര്യ സ്ഥാപനവുമായി മത്സരിക്കാനാകില്ല. അവരുടെ പ്രചോദനം വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ പൊതുഗതാഗതം, സ്വകാര്യ ഗതാഗതം അല്ലെങ്കിൽ എയർലൈനുകളുമായോ താരതമ്യം ചെയ്താൽ പൊതുമേഖലയെക്കാട്ടിലും സ്വകാര്യ മേഖലകൾക്ക് മികച്ച സേവനം നൽകാൻ സാധിക്കും. എന്നാൽ അതേസമയം ഇത് എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങളിൽ സർക്കാർ മാത്രം ചെയ്യേണ്ട ഒരവസ്ഥയും വരും. അതുകൊണ്ട് വികസനം സർക്കാർ നടത്തട്ടെ, എന്നാൽ വികസിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ജോലി അത് സ്വകാര്യ കമ്പനികൾ ചെയ്യട്ടെ. ഇതാണ് ഇന്ത്യയുടെ പ്രധാന തുറുപ്പുചീട്ട്. ഇനി കല്യാണി ഗ്രൂപ്പിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമ്മുടെ രാജ്യത്തിന്റെ സൈന്യവും പ്രതിരോധ മന്ത്രാലയവും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ പൊതുമേഖലയ്ക്ക് നൽകുന്നതാണോ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.